ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ പുതിയ ചാനലാണ്. എൻ്റെ പഴയ ചാനൽ അടിച്ചു പോയി ഗായ്സ്, ഈ ജിമെയിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇത് പുതിയ ചാനലാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു BR1v4 ഗെയിം പ്ലേ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ BR-ലൊരു ഡയമണ്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. പിന്നെ ഗെയിം കളിച്ചിട്ടും കുറേ ആയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങുന്ന ഒരു ക്ലോക്ക് ടവറിലേക്കാണ്. അപ്പോൾ സ്കാനറിൽ നോക്കുമ്പോൾ എന്താണ്, ഒരാളെ കാണാനുമില്ല. ക്ലോക്ക് ടവറിൽ എനിമി ഉണ്ടാവും, പണ്ടത്തെ പോലെ ക്ലോക്ക് ടവറിലൊക്കെ എനിമി ഉണ്ടാവും വെച്ചിട്ടാണ് നമ്മൾ ക്ലോക്ക് ടവറിൽ ഇറങ്ങുന്നത്. അപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ എനിമിയും ഇല്ല. അപ്പം നമ്മൾ നമുക്ക് മെല്ലെ ലൂട്ടൊക്കെ അടിച്ചിട്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം. അപ്പം നമ്മൾ ക്ലോക്ക് ടവറിൽ ലൂട്ടൊക്കെ അടിച്ചിരിക്കുമ്പോഴാണ് ഒരു ഫുഡ് സ്റ്റെപ്പ് ഒക്കെ കേൾക്കണം. അപ്പം അമ്മ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു എനിമി ഉണ്ട്. ആ എനിമീനെ അടിക്കാൻ വേണ്ടി നമ്മൾ ചാടി അടിക്കാൻ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ഒരു എനിമി വന്നു. അപ്പം നമ്മളെന്ത് ആളെ UMP ഒരു അടിപൊളി ഹെഡ്ഷോട്ടൊക്കെ കൊടുത്തിട്ട് മറ്റാളെ ഫിനിഷ് ഒരു ഹെഡ്ഷോട്ടും കൊടുത്തു. അപ്പോൾ അയാൾ സോണിയ കിട്ടുന്നത്. ഈ ഗെയിമിലേറ്റ് വെറുപ്പിക്കണ കാര്യം ഈ സോണിയ. ഒരു നമ്മൾ അടിക്കിണ്ടാവും, പക്ഷേ ഇയാൾ സോണിയ കിട്ടാൻ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അമ്മയാണെങ്കിൽ അവരെ ഫിനിഷും ചെയ്ത് അവരുടെ ലൂട്ട് ബോക്സിന് കിട്ടാവുന്ന ലൂട്ടൊക്കെ അമ്മ മാക്സിമം കളക്ട് ചെയ്യുന്നത്. 1v4 ആണ്. ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ലൂട്ടൊക്കെ കുറയ്ക്കിട്ട് നമ്മൾ പീക്കിലോട്ട് പോകാം. അപ്പോഴാണ് ഈ സിബ്ലൈൻ കയറിയത്. സിബ്ലൈൻ ആണെങ്കിൽ നമ്മൾ ഈ അപ്ഡേറ്റ് ആണെങ്കിൽ എനിക്കൊരു നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ പഴയ സിബ്ലൈന് പോലും അല്ല, അതൊരു പിടിക്കണത് പോലും ഇല്ല. അപ്പോൾ നമ്മുടെ പഴയ ഫ്രീ ഫയറൊക്കെ ആകെ മാറിയും കഴിഞ്ഞ് നമ്മുടെ ഫ്രീ ഫയറൊക്കെ ആകെ മാറിപ്പോയി. സിബ്ലൈന് വരുമ്പോൾ പോച്ചിങ്ങിലൊക്കെ നല്ല അടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പോച്ചിങ്ങിക്ക് നല്ല വെച്ച് പിടിച്ച് പോച്ചിങ് എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ മാപ്പിലാണെങ്കിൽ നല്ല ഫൈറ്റ് എടുക്കണം. ഇവിടെ നല്ല റെഡ് ഡോട്ട് കാണിക്കണം. നമ്മൾ മെല്ലെ അങ്ങോട്ട് വന്നെങ്കിൽ കില്ലിട്ട് വന്നെങ്കിൽ കുമ്മം കിട്ടുമ്പോൾ ചെയ്യാം. നമ്മൾ ചെന്നപ്പോൾ ആണെങ്കിൽ നമ്മുടെ ആർസലിൻ്റെ അവിടെ ഒരു എനിമീന് നമ്മൾ നല്ല ഡാമേജ് കൊടുത്താൽ M40 നമുക്ക് നമ്മൾ മാക്സ് ആക്കി വെച്ചിരിക്കണം. നോക്കുമ്പോൾ നല്ല ഒരു രണ്ടാളൊക്കെ ഉണ്ട് ആർസലിൻ്റെ അവിടെ. നമ്മൾ രണ്ടാമത്തെ ആൾക്ക് നല്ല ഡാമേജ് കൊടുത്ത് അവരാണെങ്കിൽ ഫൈറ്റാ. ലെഫ്റ്റിലാണെങ്കിൽ ഒരു എനിമി ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റ് എനിമി ഇല്ല. അമ്മ അത് നോക്കായി കളിക്കുന്ന അമ്മ അത് കുമ്പി അമ്മ ആസൻ്റെ ഉള്ള ആളടിക്കാൻ വേണ്ടിയിട്ട് അമ്മ റഷ് ചെയ്ത് കയറുക. നോക്കുമ്പോൾ ആള് പാറയുടെ ബാക്കിൽ അവിടെ തൊട്ടാണ് നിൽക്കണേ. നോക്കുമ്പോൾ ലെഫ്റ്റിൽ ഒരു എനിമിയും ഉണ്ട്. അപ്പോൾ അമ്മ എന്ത് ചെയ്ത് വേഗം ആളെ ഫിനിഷ് ചെയ്ത് നോക്കാക്കി. എന്നിട്ട് നമ്മ മുമ്പിൽ നിന്ന് നല്ല അടിയാണ്. അപ്പോൾ നമ്മൾ മുമ്പിലുള്ള ആളെ എങ്ങനെയും തീർക്കണം. എന്താ വെച്ചാൽ സോണും വരുന്നുണ്ട്. കയ്യിലൊക്കെ നമ്മൾ നല്ല അടിക്കുന്ന ഒരു ഹെഡ് ഷോട്ടും കൊടുത്ത് ആളെ നോക്കാക്കി. എന്നിട്ട് നമ്മൾ കില്ലൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ ആസലിനോട് ചെന്നപ്പോൾ നമ്മൾ അവിടെ രണ്ടാമതൊരാളും കൂടെ ഒരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ നേരത്തെ ഒരു ഹിറ്റ് കൊടുത്ത് നോക്കുമ്പോൾ ആണെങ്കിൽ ആളാണെങ്കിൽ ഓൾറെഡി അവർ ഫിനിഷ് ചെയ്ത് ലെഫ്റ്റിലുള്ള ടീമാണെങ്കിൽ ഓൾറെഡി ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോകും. അപ്പോൾ സോണൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് പീക്കിലേക്ക് വെച്ച് പിടിച്ച് പീക്കിലേക്ക് നമ്മൾ സിബ്ലൈനിൽ പോയോണ്ടിരിക്കുമ്പോഴാണെങ്കിൽ സ്കാനറിലൊന്നും എനിമീനെ കാണിക്കണമൊന്നുമില്ല. നമ്മൾ സിബ്ലൈൻ ഇറങ്ങി നോക്കുമ്പോൾ വീടിന് മുകളിൽ നമ്മുടെ തൊട്ട് മുകളിൽ വീടിന് മുകളിൽ എനിമീനെ നമ്മൾ അവ അനങ്ങാൻ നിൽക്കുക. നമ്മൾ സ്കോപ്പ് ചെയ്തിട്ട് നല്ല ഷോട്ട് കൊടുത്താൽ അവൻ ഹിറ്റ് ചെയ്യാനായിട്ട് മുന്നേ നമ്മൻ്റെ തല പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സോണൊക്കെ ആയിട്ട് പീക്കിലൊക്കെ നല്ല എനിമീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പീക്കിൻ്റെ ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ എനിമീനായിരുന്നു. നമ്മൾ നല്ല ഹിറ്റ് കൊടുത്ത ആൾ ഗ്ലൂ ആളിട്ട്. അപ്പോൾ മെല്ലെ നല്ല ഹിറ്റുള്ള നമ്മൾ റഷ് ചെയ്യാൻ നോക്കുമ്പോൾ വീട് ആൾ ഗ്ലൂ ആണ്. നല്ല പ്ലെയർ ആവുന്നുണ്ട്. സ്കൈലറൊക്കെ ഇട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. ചാടി UMP ഒരു കിട്ടിയില്ല ഹെഡ്ഷോട്ട് കൊടുത്ത ആളെ നോക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലാണെങ്കിലും നല്ല ഫൈറ്റാണ് പീക്കിൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. നമ്മൾ നല്ല നോക്കുമ്പോൾ ആണെങ്കിൽ ദൂരെ ഒരാൾ നിൽക്കണ്ടായിരുന്നു. നമ്മൾ M40 നല്ല ഡാമേജ് കൊടുക്കും. ആൾ നല്ല ഡാമേജ് ചെയ്യുന്നത്. നമ്മൾ പൊട്ടിക്കാണ് നമ്മൾ ഹെഡ്ഷോട്ട് കൊടുത്ത് ആളെ നോക്കി ചെയ്തിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തീരണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ ആ സൈഡിൽ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് മെല്ലെ ഈ ഭാഗത്ത് മില്ലിൻ്റെ ഈ താഴ്ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ എനിമീസിലേക്ക് തപ്പിയെടുക്കുക. എന്താ വെച്ചാൽ ലാസ്റ്റ് സോൺ ആയിക്കണ്. ലാസ്റ്റ് സോണ് നല്ല ഫൈറ്റ് ആവും. എന്താ വെച്ചാൽ ഇനിയും 19 അലൈവ് ഉണ്ട്. നമ്മൾക്കാണെങ്കിൽ 7 കില്ലും ആയിക്കണം. അപ്പം നമ്മളിങ്ങനെ തപ്പി ആളെ നോക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഈ മോളിൽ നിൽക്കണോണ്ട് നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഹെഡും കിട്ടും. നോക്കുമ്പോഴാണെങ്കിൽ ഒരാൾ പാരഷൂട്ട് ചെയ്ത് തരും. നമ്മളെ നല്ല ഹിറ്റ് കൊടുക്കാനുള്ള ശ്രമമുണ്ട്. ആളാണ് പാരഷൂട്ടിലാണ് അടിയും കിട്ടുന്നത്. രണ്ടാമത്തെ ആൾക്കാണെങ്കിൽ നമ്മൾ ഒരു ഹെഡ് ഷോട്ടും കൊടുത്ത് ആളാണ് ഡ്രോപ്പിന് അടുക്കാണ് ചെല്ലണത്. അപ്പോൾ ആളാകുമ്പോൾ നൈസായിട്ട് ഒരു ഹെഡ് ഷോട്ട് എടുത്തിട്ട് ഡൗൺ ആക്കിയിട്ടുണ്ട്. നോക്കുമ്പോൾ മോളിൽ നിന്ന് വീണ്ടും ആൾക്കാർ വരും. ഇതെന്താണാവോ ഒരാരും രക്ഷയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ആദ്യം ഉണ്ടായിരുന്ന ആളെ നല്ല ഹിറ്റും കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ആളെ നമ്മൾ വീണ്ടും നോക്കാക്കിയിട്ടുണ്ട്. അപ്പം അവർ റിവൈവ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു മെല്ലാണ്ട് റഷ് ചെയ്ത് പിടിക്കുകയാണ്. എന്താ വെച്ചാൽ കില്ലാണ് മുഖ്യം. എന്താ വെച്ചാൽ ഇവർ ഇഞ്ഞു പൊക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്കാണെങ്കിൽ ആകെ ഒരു പാരാവുത്. നോക്കുമ്പോൾ ലെഫ്റ്റിലുള്ള പാറേൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഇവർക്ക് ഫൈറ്റും വരുന്നുണ്ട്.
അപ്പം മെമ്പ് ചെയ്ത് മെല്ലെ ഡ്രോപ്പിനാണ്ട് കയറി പിടിക്കാൻ വെച്ചു. നോക്കുമ്പോൾ മറ്റേ ആദ്യം ഉണ്ടായ നാളെ പിന്നെ നൈസായിട്ട് സ്കോഡ് ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ മുകളിൽ നിന്ന് വീണ്ടും ആള്. അപ്പം നമ്മളിന്ന് മെല്ലെ ഹിറ്റ് എടുത്ത് ഗ്ലൂ ആൾ ഇട്ടിട്ട് ആളെ നേരെ ക്രഷ് ചെയ്ത് നല്ല ഡാമേജ് ഉണ്ടായിരുന്ന ആൾക്ക്. ഒന്ന് ചാടി വെമ്പിയിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത് എല്ലാ ആളാണ്ട് ഫിനിഷ് ചെയ്ത്. അപ്പോൾ ആള് നോക്കായേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആളെ ഫിനിഷ് ചെയ്യാൻ ചെന്നപ്പോഴാണെങ്കിൽ മുകളിൽ നിന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ റോക്കിൻ്റെ അവിടെ നല്ല ടീം വരെയാണ് ഒരു ഫുൾ സ്കോഡ് ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇയാളുടെ ടീമേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആളെ ഒരു ഹെഡ്ഷോട്ട് അടിച്ച് കൊടുത്ത് ആളെ ഫിനിഷാക്കി. അപ്പോൾ രണ്ടാമത്തെ അടിക്കുമ്പോൾ ബാക്കിൽ നല്ല ഹിറ്റ്. അപ്പോൾ നമ്മൾ നോക്കായി നമ്മളാണെങ്കിൽ ഇൻസുലിൻ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ കുത്തി നീച്ച് പൊന്തി അപ്പോൾ തന്നെ ഗ്ലൂ വാൾ ഇടുന്ന സമയത്തിൽ എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും മാറിയും പോയി അമ്മ ചത്തും പോയി. അങ്ങനെ നമുക്ക് ബൂയെ മിസ്സായി ഗൈസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ബൂയ അടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കണ്ടൻസിനായിട്ട് നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സി യു.